Welcome. Today we are going to discuss about the measurement of electric intensity. How we can measure the electric intensity at a point. There are two methods in terms of source charge and also in terms of test charge. So, ready? See, consider a charge, capital Q. It is placed here, and this charge is termed as source charge. This is termed as source charge, and there is another charge which is kept at a distance smaller from this source charge, and this charge is termed as test charge. ടെസ്റ്റ് ചാർജ്. ഓക്കെ, അപ്പോൾ ഒരു സോഴ്സ് ചാർജ് വെച്ചിട്ടുണ്ട്. ഈ സോഴ്സ് ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലാണ് ഒരു ടെസ്റ്റ് ചാർജ് വയ്ക്കുന്നത്. ഇപ്പോൾ ടെസ്റ്റ് ചാർജ് വയ്ക്കുന്ന പേര് പോലെ തന്നെയാണ്, സംതിങ് ഈസ് ടു ബി ടെസ്റ്റഡ്, അല്ലേ? എന്തോ ഒരു കാര്യം ടെസ്റ്റ് ചെയ്യാനായിട്ടാണ്. ആ ടെസ്റ്റ് ചെയ്യുന്ന കാര്യം ഇവിടുത്തെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ടെസ്റ്റ് ചെയ്യാനാണ് ഇത് കൊണ്ടുവച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഒരു ചാർജ് ഒരു ഫീൽഡിലിരിക്കുമ്പോൾ അതിലനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F=QE ആണ്, അല്ലേ? ഏതൊരു ചാർജും ഒരു ഫീൽഡിലിരിക്കും. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന സ്മാൾ ക്യൂ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ചാർജാണ്. ഈ ടെസ്റ്റ് ചാർജ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പോലെ തന്നെയാണ്. ഇതിനെ ഒന്ന് മാറ്റി വരച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ F=QE എന്ന് പറഞ്ഞ റിലേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് E, electric intensity E is equal to F/Q. See, this is the relation between the electric intensity and the test charge, or this is the relation which gives the measurement of electric intensity in terms of test charge. ഇപ്പോൾ ടെസ്റ്റ് ചാർജ് വെച്ചുകൊണ്ട് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഒരു സ്ഥലത്ത് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്, E is equal to F/Q. Okay, now see, what is the force acting on this source charge on this test charge? Coulomb's force, അല്ലേ? നമുക്കറിയാം, F is equal to 1/4πε0 into Q into Q divided by R square. This is the force acting on small q by capital Q, അല്ലേ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. എഫിന് വരെ ഇവിടെ ഒരു റിലേഷൻ നമുക്കുണ്ടല്ലേ, F=QE. അത് ഇതിലേക്ക് കൊടുക്കാം. സോ QE ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q ഇൻറ്റു Q ഡിവൈഡ് ബൈ R സ്ക്വയർ. ഓക്കെ, ഇത് രണ്ട് ക്യാൻസൽ ചെയ്യും, സ്മാൾ ക്യൂവും സ്മാൾ ക്യൂ. ദെൻ വി വിൽ ഗെറ്റ് E ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു സ്മാൾ ക്യൂ ബൈ R സ്ക്വയർ. See, this is the relation of the electric intensity in terms of source charge. കാണുന്നുണ്ടോ? അപ്പോൾ സോഴ്സ് ചാർജ് തന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കാണാനായിട്ടുള്ള റിലേഷൻ ഇതാണ്, ഈസിക്കൽ 1/4πε0 ഇൻറ്റു Q ബൈ R സ്ക്വയർ. ടെസ്റ്റ് ചാർജ് തന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാൻ E=F/Q ഇടും. ഓക്കെ, ആക്ച്വലി ഇഫ് ദിസ് ഈസ് എ പോയിൻ്റ് ചാർജ്, if Q is point charge, what do you mean by point charge? Point charge എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ its size is very small, compared to the distance to the other point where we have to measure the electric intensity. Okay, നമ്മൾ പോയിൻ്റ് മാസ് ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടില്ലേ? അതെങ്ങനെയാണ് പറഞ്ഞിരുന്നത്? സൈസ് ഓഫ് ദി മാസ് ഈസ് വെരി സ്മാൾ കമ്പയർഡ് ടു ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇറ്റ്, അല്ലേ? ഒരു ട്രെയിൻ നമുക്ക് വേണമെങ്കിൽ പോയിൻ്റ് മാസ്സായിട്ട് അസ്യൂം ചെയ്യാം വെൻ ഇറ്റ് ഈസ് ട്രാവലിംഗ് എ വെരി ലാർജ് ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ അതൊരു
പോയിൻ്റ് മാസ്സായിട്ട് കൺസിഡർ ചെയ്യാം ഒരു ട്രെയിൻ അല്ലേ. അതേപോലെ ഇവിടെ ഇഫ് ക്യൂ ഈസ് എ പോയിൻ്റ് ചാർജ് ദെൻ വാട്ട് ഈസ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് ഈസ് ഇക്വൽ ടു 1/4πε0 ഇൻറ്റു Q/r². ഈ റിലേഷൻ കാണാതെ പിടിക്കുന്നത്. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ ക്യൂ എന്നെടുത്തത് കൊണ്ടാണ് ക്യാപിറ്റൽ ക്യൂ. ഇപ്പോൾ എക്സാമിന് സ്മാൾ ക്യൂ ആണ് വരുന്നതെങ്കിൽ സ്മാൾ ക്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ സോഴ്സ് ചാർജിന് ഞാൻ ക്യാപിറ്റൽ ക്യൂ എന്ന് കൊടുത്തത് കൊണ്ടാണ് ഇവിടെ ക്യാപിറ്റൽ ക്യൂ കൊടുത്തത്. അപ്പോൾ ആരെങ്കിലും സോഴ്സ് ചാർജിന് സ്മാൾ ക്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്മാൾ ക്യൂ കൊടുക്കണം. Okay, so this relation is very important. This is the relation of the electric intensity due to a point charge. So what is the electric intensity due to a point charge? ഒരാളിപ്പോൾ ചോദിക്കുന്നു ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ we have the answer. What is the relation? E is equal to 1/4πε0 into Q/r². This is the electric intensity due to a point charge. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പിടി കിട്ടിയോ? അപ്പോൾ ഈ റിലേഷൻ ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു square of the distance. Square of the distance E proportional to 1/r². If there are two electric intensities, E1 proportional to at a distance r1². If there is another electric intensity E2, then if it is proportional to 1/r², then we will get these two relations. And if you divide these two, E1 by E2 is equal to what we will get? 1/r1² divided by 1/r2². So you will get r2² by r1². സോ ഇതൊക്കെ ന്യൂമറിക്കൽസിന് നമുക്ക് ഉപയോഗപ്രദമായിരിക്കും ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ എല്ലാവരും പറയൂ, വാട്ട് ഈസ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് ഈസ് ഇക്വൽ 1/4πε0 ഇൻറ്റു Q/r². അടുത്ത ദിവസം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത് ഞാൻ ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ട്സും കൂടെ നോക്കി പഠിക്കുക, അല്ലെങ്കിൽ നോട്ട്സിലേക്ക് പകർത്തുക. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ് ഫോർ ടുഡേ.